ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും. അപ്പോൾ അവരിങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് എന്തൊക്കെയോ പറയുന്ന പോലൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ മന്ത്രവാദികൾ പറയുന്ന പോലെ ഒരു 2000 രൂപയാകും. അവനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നിന്നിൽ ഇത്ര ലക്ഷം പിശാചിരിക്കുകയാണ്. സത്യത്തിൽ സാത്താനാണോ ദൈവം? ഇങ്ങനെ ഇടിക്കുന്ന വഴിക്ക് അവൻ്റെ ഫ്രണ്ടിലെ പല്ല് പോയി. യൂണിവേഴ്സൽ സൈക്കോളജി പറയുന്നത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഇമോഷൻ എൻ്റെ ധ്യാനത്തിന് വരുമ്പോൾ അത് അഴിച്ചു തരും. അപ്പോൾ ഈ മനുഷ്യന് ഈ ദിവസം മുഴുവനും ഈ ടെൻഷനും ഭാരവും നിരാശ. ഇതൊരു കളിയാക്കലല്ല, ആരെയും ഒറ്റപ്പെടുത്തലുമല്ല. നോമ്പിലെ ചിന്തതൻ നോവുകൾ, നോമ്പിലെ ചിന്തതൻ നോവുകൾ, നോമ്പിലെ നോവുകൾ ചെങ്കിൽ നെരിപ്പോടുള്ളവർ ചിന്തിക്കട്ടെ. നോമ്പിലെ നോവുകൾ 5ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പം ഒരു പഴയ പാട്ട് ഓർമ്മ വരുന്നു. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഞാനിത് പറയാൻ കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വിപണി മൂല്യമുള്ള, ഭക്തിയിൽ വിപണി മൂല്യമുള്ളൊരു കാര്യം ബന്ധനമാണ്. ഒരാളെ ഒന്ന് വീഴ്ത്താനും നമ്മളെ തരപ്പടിക്ക് നിർത്താനും ഒന്ന് ഒതുക്കി കാര്യം നേടാനും എളുപ്പമുള്ള ഒരു മാർഗമാണ് നിനക്കൊരു ബന്ധനമുണ്ടെന്ന് പറയുന്നത്. തീർച്ചയായും ആധ്യാത്മികതയിൽ പൈശാചിക ബന്ധനങ്ങളുണ്ട്. അതിനെ വിടുവിക്കുവാൻ സഭയ്ക്ക് അധികാരമുണ്ട്. പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും പരിത്യാഗത്തിലൂടെയും യേശുവിൻ്റെ അധികാരത്തോടെ നമുക്കിന്നും പിശാചിനെ ഒഴിപ്പിക്കാനും ബാധ ഒഴിപ്പിക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ എല്ലായിടത്തും ബന്ധനം ഇല്ലാത്തിടത്തും കണ്ടുപിടിച്ചും പറഞ്ഞും പ്രചരിപ്പിച്ചും പേടിപ്പിച്ചും ഒരുപാട് പേരെ തളർത്തിക്കളയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോട് മിണ്ടുന്നത്. സ്വാഗതം. നോമ്പിലെ നോവുകൾ ചെങ്കിൽ നെരിപ്പോടുള്ളവർ ചിന്തിക്കട്ടെ. അതിനെക്കുറിച്ച് പറയുമ്പം പലപ്പോഴും ചില മന്ത്രവാദികൾ ചെയ്യുന്നത് പോലെയാണ് ചില വ്യക്തികൾ ബന്ധനമുണ്ടെന്ന് പറഞ്ഞ് സമീപിക്കുന്നത്. ഇപ്പം ചില പൈശാചിക പീഡയുണ്ടെന്ന് പറഞ്ഞിട്ട് മുടിക്ക് കുത്തിപ്പിടിക്കുക, പിന്നെ ജപമാല കൊണ്ട് ദേഹത്ത് അടിക്കുക, പിന്നെ അതുപോലെ തന്നെ ഈ ദേഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള രൂപികളെ പുറത്താക്കുക. അങ്ങനെ അത് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. പ്രാർത്ഥിക്കാനായിട്ട് ഒരു വ്യക്തി ഒരു വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അവരുടെ ഉള്ളിലെ അശുദ്ധാത്മാക്കൾ ഇളകി വയലൻ്റായി. അപ്പോൾ അവരിങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് എന്തൊക്കെയോ പറയുന്ന പോലൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ വ്യക്തി അവരുടെ മൂക്കിൻ്റെ ഈ പാലത്തിൽ ഇങ്ങനെ, ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒഴിവാക്കാൻ വേണ്ടി ഈ മൂക്കിൻ്റെ പാലത്തിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഞെക്കുന്ന സമയത്ത് ആ വ്യക്തി കരയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് ബാധ വിട്ടുപോവുകയാണ്, വേദന കൊണ്ട് വിട്ടുപോവുകയാണ്. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് നീര് പെരുകി അവരുടെ മൂക്കിൻ്റെ പാലം പൊട്ടിപ്പോയി. ഇതിങ്ങനെ പിടിച്ച്, അപ്പോൾ അത്രമേൽ ആൾക്കാരെ വേദനിപ്പിച്ച് പൈശാചികമായ ശക്തിയാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത ആത്മാവിനെ ഉണ്ടാക്കി മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു രീതി ഇന്നത്തെ ബന്ധന പ്രാർത്ഥനയിൽ കടന്നു വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, ഈ സാത്താൻ ഒരിക്കലും മനുഷ്യനെ അടിച്ചത് കൊണ്ടോ തട്ടിയത് കൊണ്ടോ ബോംബിട്ടത് കൊണ്ടോ പോകുന്നവനല്ല. യേശുവിൻ്റെ നാമവും അത് പറയുന്ന ഹൃദയത്തിൻ്റെ ഒരുക്കത്തോടുകൂടി പറഞ്ഞാൽ അവനോട് നീ പോകാൻ പറഞ്ഞാൽ പോകണം. പക്ഷെ അതിന് പകരം മന്ത്രവാദികളെ തോൽപ്പിക്കുന്ന രീതിയിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, വെടിയും പോയി സൃഷ്ടിക്കുക, അല്ലേ? ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക. അത് ഒരു വ്യക്തി ഒരു മകൻ്റെ പല്ലിളകി പോയിച്ചാൽ അത് വ്യക്തി ഒരു സ്ഥലത്ത് ഈ മകൻ ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പം അവൻ്റെ മനസ്സിൽ അവൻ്റെ ഉള്ള ഈ കുറ്റബോധവും നിരാശയെ കയറിയിട്ട് അവൻ തന്നെ തോന്നിയാണ് അവന് വലിയ തിന്മയുണ്ടെന്ന് തോന്നിയിട്ട് അത് ഒഴിപ്പിക്കാൻ വേണ്ടി അവനിങ്ങനെ പല സ്ഥലങ്ങളിൽ പോവുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചെന്നപ്പം അവനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നിന്നിൽ ഇത്ര ലക്ഷം പിശാചിരിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ആത്മാക്കളുണ്ടെന്നങ്ങ് പറയുകയാണ്. അപ്പോൾ ഇവന് ആകപ്പാടെ അവന് കുറച്ച് ഇതായി മാനസിക പ്രശ്നം കൂടി ഉള്ള ഒരാളാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ മകനെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ആൾക്കാരുടെ മുമ്പിൽ വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ മുടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തല ഇങ്ങനെ തറയിൽ കൊണ്ടുവച്ച് ഇങ്ങനെ അമുക്കുകയാണ്. അങ്ങനെ അമുക്കുന്ന വഴിക്ക് ഇങ്ങനെ ഇടിക്കുന്ന വഴിക്ക് അവൻ്റെ ഫ്രണ്ടിലെ പല്ല് പോയി. എന്നിട്ട് ജവമാല കൊണ്ട് പുറത്തടിച്ചിട്ട് പുറം പൊട്ടി അവസാനം ഈ 2.5 മാസം കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഇമാൻ അഡ്മിറ്റ് ആയിക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ മനുഷ്യൻ്റെ ബലഹീനതകളും ഇതിനകത്ത് ചൂഷണം ചെയ്യുന്നുണ്ട് വെച്ചാൽ ഈ ബന്ധനത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയമാണല്ലോ. എന്ത് വന്നാലും അത് പിശാചാണെന്ന് ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തെ മുതലെടുത്താണ് പലപ്പോഴും എനിക്കത് പറയാൻ തോന്നുന്ന ഒരു കാര്യം, ഹ്യൂമൻ സൈക്കോളജിയുടെ തന്നെ ഏറ്റവും വലിയ എലമെൻറ്റ് ഭയമാണ്. എത്ര ധീരൻ എന്ന് പറയുന്നവർക്ക് ഉള്ളിലും ഒരു ഭയം കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ച് യൂണിവേഴ്സൽ സൈക്കോളജി പറയുന്നത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഇമോഷൻ ഒന്ന് സങ്കടം, ഒന്ന് ആൻസൈറ്റി, ഭയമാണ്. അപ്പോൾ നമുക്കെല്ലാം ഒരു ഭയമുണ്ട്. എനിക്ക് അപകടം ഉണ്ടാകുമോ, നാളെ എങ്ങനെയാകും, ഞാൻ ജീവിക്കുമോ, എനിക്ക് വീട് വെക്കാൻ പറ്റുമോ. അപ്പം വളരെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം വരുത്തുന്നത് ബ്രദർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരികയാണെന്നിരിക്കട്ടെ. എനിക്ക് വളരെ പെട്ടെന്ന് യേശുവിൻ്റെ നാമം ഉപയോഗിച്ചു ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് നിങ്ങളെ ഭയത്തിലൂടെ അടിമയാക്കാൻ പറ്റും. ഞാൻ ബ്രദറിനോട് ചോദിക്കുന്നു, എന്താ ബ്രദറെ മുഖം മാറിയിരിക്കുന്നത്? അപ്പോൾ ബ്രദർ എന്നാ പറയും? ചിലപ്പോൾ സങ്കടം കാണും അല്ലേ? അപ്പോൾ എന്നാ പറയും? ഒരു വിഷമോ എന്തൊക്കെയോ ബ്രദറെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ബ്രദറിന് സങ്കടം ഉണ്ടായിരുന്നു. ബ്രദറെ ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു. ഇത് പ്രശ്നമാണ് കേട്ടോ. ഇവിടെ എൻ്റെ ബ്രദർ വീഴുക. കാരണം പ്രൊഫസറാണെങ്കിലും വീഴുക. കാരണം ഒരാഴ്ചയായിട്ട് ഈ ദുഃഖം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇതൊരു ബന്ധനമാണ്. പിശാചുബാധ ലോകത്തുണ്ട്, പേഴ്സൺ ഓഫ് സൈറ്റനുമുണ്ട്, പിശാച് എന്ന വ്യക്തിത്വമുണ്ട്. അത് വെറും ഒരു തോന്നലല്ല. പക്ഷേ ഈശോയുടെ നാമം പേർന്ന എല്ലാവരെയും ഇങ്ങനെ ലക്ഷക്കണക്കിന് 10,000-കണക്കിന് പിശാചുക്കൾ വന്ന് വസിക്കുവാൻ വെറും ആളില്ലാത്ത വാടക വീടൊന്നുമല്ല ഈശോയുടെ മക്കൾ. നമ്മളെല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ ബോധപൂർവം ചില പാപങ്ങൾക്ക് അടിമയായാൽ, ബോധപൂർവം ദൈവത്തെ നിരാകരിച്ചാൽ പിശാചിന് നമ്മുടെ മേലൊരു അധികാരം കിട്ടും. അത് വേറെ കാര്യം കിട്ടും. പക്ഷേ ഭയം വഴി നിന്നിൽ 1000 പിശാചുണ്ട്, 30 പിശാചുണ്ട്. ഇത് വലിയൊരു അപകടമാണ്. ഈ അപകടത്തിൽ നമ്മൾ വീഴുന്നത് സത്യത്തിൽ യേശുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ദേഹത്തേക്ക് ഒരു തിന്മയുടെ ശക്തി പിശാച് കടന്നു വരണമെങ്കിൽ എത്ര പേര് അനുവാദം വേണം? ചുമ്മാതങ്ങ് വന്ന് കയറാൻ പറ്റും. നമ്മളെ ജ്ഞാനസ്നാനത്തിലേക്ക് നയിച്ച നമ്മുടെ പുരോഹിത ശ്രേഷ്ഠര്, ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ നമ്മളിലേക്ക് വന്ന ദൈവ ചൈതന്യം, പരിശുദ്ധാത്മാവ്, എല്ലാറ്റിനും ഒരു ദൈവത്തിൻ്റെ അസ്തിത്വമായ നമ്മുടെ ആത്മാവ്. അപ്പോൾ ഇതിനെയെല്ലാം മറികടന്ന് നമ്മുടെ കാവൽ മാലാഖമാര്, നമ്മുടെ മധ്യസ്ഥരുടെ പ്രാർത്ഥനകൾ, ഇതിനെയെല്ലാം മറികടന്നിട്ടല്ലേ ഒരു തിന്മയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ പറ്റും. അപ്പം പിന്നെ ഈ അക്കൂട്ടത്തിൽ എല്ലാത്തിലും ഉപരി നമ്മുടെ ബോധം കൊണ്ട് പൂർണ്ണമായും ദൈവത്തെ നിരാകരിക്കണം. അത് എത്ര എളുപ്പമല്ല. നമ്മളൊരു അനുതാപമില്ലാതെ വർഷങ്ങളായിട്ട് നമ്മൾ ആ പാപത്തിൽ തന്നെ മുഴുകി ദൈവവിശ്വാസത്തിന് സഭയും കൂദാശയും ഈ ചില തിന്മയെ ബഹിഷ്കരിക്കുന്ന വിജാതീയർ പോലും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, ജപമാല ചൊല്ലുന്ന, ദൈവവചനം വായിക്കുന്ന വ്യക്തികൾക്കെതിരെ മന്ത്രവാദം ചെയ്താൽ പോലും ഏൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹൈന്ദവൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണേ, എനിക്ക് ഈശോയെ സ്വീകരിക്കണമെന്നുണ്ട്, പേടിയാച്ചു. കാരണം എന്നാ, നിങ്ങളിതെല്ലാം സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ബന്ധനമാണ്. അങ്ങോട്ട് തിരിഞ്ഞ ബന്ധനം, അവിടെ പിശാച്, ഇവിടെ പിശാച്. ഇതൊരു അപകടകരമായ സിറ്റുവേഷൻ. അതുപോലെ തന്നെ ചില വസ്തുക്കളിൽ, ഇപ്പൊ വീട്ടിനകത്തിരിക്കുന്ന വസ്തുക്കളിൽ പിശാച് കുടികൊള്ളുക. ചില സാധനങ്ങളിൽ വന്ന് പിശാചിരിക്കുന്നു, ചില മരങ്ങളിൽ പിശാച് കയറിയിരിക്കുന്നു, ചില ഒഴിഞ്ഞ മൂലകളിൽ പിശാചിരിക്കുന്നു, ചില കുഞ്ഞുങ്ങളിൽ പോലും. അതാ ഏറ്റവും വലിയ വേദന. കുഞ്ഞുങ്ങളിൽ പോലും പിശാചുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിവിടുന്ന, ഒരു ഭയത്തിലേക്ക് തള്ളിവിടുന്ന. മനോലി പറഞ്ഞ ഒരു കാര്യം,
ഈ സ്പിരിറ്റിൻ്റെ ലോകം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ചില സ്ഥലങ്ങളെ ഹോണ്ടഡ് പ്ലേസുകളായിട്ട് മാറ്റാം. അവിടെ തിന്മകൾ നിരന്തരം നടന്നത് കൊണ്ടൊക്കെ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാത്തിനും എന്തിനും തിന്മയെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും, സത്യത്തിൽ സാത്താനാണോ ദൈവം? നമ്മുടെ ദൈവവും മാലാഖമാരും ഒക്കെ ഈ സാത്താൻ്റെ അടിമകളാണോ എന്ന് തോന്നത്തക്ക വിധത്തിൽ പ്രാർത്ഥിച്ച് വളർന്നവർ എല്ലായിടത്തും പിശാചെന്ന് പറയുമ്പം ദൈവത്തിൻ്റെ ആ പരമ അസ്തിത്വത്തോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. അപ്പോൾ നമ്മുടെ ആളുകളോട് പറഞ്ഞു കൊടുക്കണം, പൈശാചിക സ്വാധീനങ്ങൾ നമുക്കുണ്ടാകാം. പൈശാചിക സ്വാധീനങ്ങളും പൈശാചിക ആവാസവും രണ്ടും രണ്ടാണ്. ഉദാഹരണത്തിന് ഞാൻ നിരന്തരം കള്ളം പറയുന്ന ആളാണെങ്കിൽ അതൊരു പൈശാചിക സ്വാധീനമാണ്, അല്ലേ? എപ്പോഴും ഞാൻ ശുശ്രൂഷയും ദൈവത്തെയും മനുഷ്യരെ മുഴുവൻ പഴിക്കുന്ന ആളാണെങ്കിൽ അത് കുറ്റപ്പെടുത്തലിൻ്റെ പൈശാചിക സ്വാധീനമാണ്. പക്ഷെ അതും പൈശാചിക ആവാസവും രണ്ടും രണ്ടാണ്. എനിക്ക് തോന്നി ഇതൊരു ഒരു വരുമാന മാർഗമായിട്ട് പോലും ഉപയോഗിക്കാൻ ഇടയുണ്ട്. കാരണം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് നീ നേർച്ച ഇടുന്ന പള്ളിയിലൊരു 50 രൂപയായിരിക്കും. പക്ഷെ ബന്ധനം നിനക്കുള്ളത് കൊണ്ട് ഒഴിക്കാൻ വേണ്ടി നമ്മുടെ ഈ മന്ത്രവാദികൾ പറയുന്ന പോലെ ഒരു 2000 രൂപയാകുമല്ലോ. 2000 കുറവാണ്. അല്ല, ആകുമല്ലോ എന്ന് പറയുമ്പോൾ നീ സന്നദ്ധന. ശരിക്കും ഇതാരും കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. സാത്താൻ ഇങ്ങനെ ഓടി വന്ന് നമ്മളെ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയല്ല. തീർച്ചയായും പൈശാചിക ആവാസങ്ങളും പൈശാചിക സ്വാധീനങ്ങളും വ്യക്തിത്വങ്ങളെ ഏറ്റെടുക്കുന്ന സാത്താൻ്റെ ചില മനസ്സിലാക്കാൻ പറ്റാത്ത പ്രവൃത്തികളും ഒക്കെ ഉണ്ട്. അതിന് സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയ പ്രത്യേക അധികാരം കിട്ടിയ ആളുകളുണ്ട്. എല്ലാ വൈദികർക്കുമുണ്ട്. രാജകീയ പൗരോഹിത്യത്തിൽ എല്ലാ ആത്മായർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷെ അത് കമാൻഡ് ചെയ്ത് അധികാരത്തോടെ പ്രാർത്ഥിക്കണോ, റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണോ, അതൊക്കെ സഭയോട് ചേർന്ന് തെളിച്ചെടുക്കേണ്ട വേറെ വിഷയമാണ്, വേറെ വിഷയമാണ്. പക്ഷെ എല്ലാവർക്കും പൈശാചിക അധിവാസത്തിനെതിരെ പ്രാർത്ഥിക്കാം, അത് ചെറുത്ത് നിൽക്കാം, പ്രാർത്ഥന ഉപവാസം കൊണ്ട് ജയിച്ച് വരാം. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം പ്രാർത്ഥിക്കാൻ പോലും പേടിയാണ്. കാരണം ആർക്കെങ്കിലും പൈശാചിക ബാധയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരുടെ ബാധ നമുക്ക് കയറും. അപ്പോൾ എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ രോഗം നമുക്ക് കിട്ടും. അപ്പോൾ ഒത്തിരി ക്ലേശമുള്ള സ്ഥലത്ത് പോയിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ക്ലേശം നമുക്ക് വരും. അപ്പം ഇങ്ങനെ പിന്നെ ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ നമ്മൾ ഉപവസിച്ചൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മറ്റുള്ളവരുടെ ആ ബന്ധനമൊക്കെ നമ്മുടെ ദേഹത്തേക്ക് കയറും. അപ്പോൾ അത് നമ്മൾ ഒഴിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണം, ഒഴിഞ്ഞു മാറണം. ആ ബന്ധന പ്രാർത്ഥന ആരെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അവിടുന്ന് ഓടി മാറണം. കാരണം അവരിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാക്കൾ നമ്മുടെ ദേഹത്തേക്ക് വന്ന് കയറും. ഇങ്ങനെയൊക്കെയുള്ള ചില ബോധ്യങ്ങൾ നമ്മുടെ ഇടയിൽ അനേകരുടെ ഉള്ളിലുണ്ട്. എമ്മാനുവലേ, നമ്മുടെ സാധാരണ മനുഷ്യർക്ക് നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അവൻ്റെ നാമത്തിലാണ് എൻ്റെ ജീവിതം. എനിക്ക് പാകപ്പിഴകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നിടത്തോളം ഒരു പിശാചിൻ്റെ ആവാസം എന്നിൽ വലിയ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബന്ധനം എന്ന് പറയുന്നത് പൈശാചിക സ്വാധീനങ്ങളാണ്. ആ അർത്ഥത്തിൽ ബന്ധനങ്ങൾ നമുക്കെല്ലാം 10,000 കണക്കിനുണ്ട്. പൈശാചിക ആവാസം അത്ര എളുപ്പമല്ല. അതിന് പോകാൻ വഴി കർത്താവ് സഭയിൽ പറഞ്ഞിട്ടുമുണ്ട്. അധികാരവും സഭയ്ക്കുണ്ട്. പ്രാർത്ഥിച്ചൊരുങ്ങിയവർക്കും കർത്താവ് പ്രത്യേകിച്ച് വരം കിട്ടിയവർക്കും പ്രത്യേക അധികാരം കിട്ടിയവർക്കും അത് തുടരാം. നമുക്കെല്ലാം അത് എടുത്തുപയോഗിക്കാം. പക്ഷേ ഈ ഇക്കൂട്ടിന് പറയുന്ന ബന്ധനം എന്ന് പറയുന്നത് പൈശാചിക സ്വാധീനമാണ്. അതിന് പിശാചി ബാധയായി കണ്ട് മുതലെടുക്കാൻ നമ്മൾ സമ്മതിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ ഈ മരിച്ചു പോയവർ വന്ന് കയറുക. മനുവരെ ഒരാളെ വിളിച്ച് പറഞ്ഞു, ഒരു ശുശ്രൂഷകൻ തന്നെ മരിച്ചവരുടെ ആത്മാക്കളെ കൊണ്ടുവന്നിട്ട് ഭാവി കത്തോലിക്കൻ തന്നെ പറയിക്കുന്നുണ്ടല്ലോ. ഒരു ഈശോ അറിഞ്ഞൊരു കത്തോലിക്കന് സഭയുടെ ഒരു പഠനത്തിലും ബൈബിളിലെ ഒരു പഠനത്തിലും
നമുക്ക് ഈശോയുടെ നാമത്തിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. പക്ഷെ ഒരിടത്ത് നടന്നൊരു സംഭവം ഇപ്പം നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവം, ഈ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ പിശാചുകളെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്ന പലരുടെ ഉള്ളിൽ ചില അന്ധവിശ്വാസ, അതായത് ഈ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മന്ത്രവാദികളുടെ ആ ഒരു അതേ റൂട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്, അത് തന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന്, ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപ്പോൾ അയാളുടെ ബന്ധനങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ ഇത്ര അശുദ്ധാത്മ മരിച്ചു, അയാളുടെ കുടുംബത്തിൽ ഇത് മരിച്ചു ആത്മാക്കൾ ഇയാളിൽ ഇരിക്കുക. അപ്പോൾ ഇത് മോചിപ്പിക്കാൻ വേണ്ടി ഈ പ്രാർത്ഥിക്കാനായിട്ട് കൂടെ ഇയാളുടെ കൂടെ ഒരു ശിങ്കിടി ഉണ്ടാവും. അപ്പോൾ ആ വ്യക്തിനെ നിർത്തിയിട്ട് ഈ മനുഷ്യനിലുള്ള ദുരാത്മാക്കളെല്ലാം ഇയാളിലോട്ട് കയറ്റി വിടുക. ഇയാൾ കിടന്ന് പിടയ്ക്കുന്നു, നിലത്ത് വീഴുന്ന ഉടനെ ഇയാൾ കുരിശെടുത്തിട്ട് ഇവിടെയും വെക്കുന്നു, ഒരു കൈ കൊണ്ട് കുരിശെടുത്ത് ഇവിടെയും വെക്കുന്നു. എന്നിട്ട് അപ്പം ഇയാൾ കണ്ണുകൊണ്ട് കാണുകയാണ് മറ്റേ കിടന്ന് പിടയ്ക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ശരിക്കും അബ്നോർമലായി പോവുകയാണ്. എൻ്റെ ഉള്ളിൽ ഇത്രമാത്രം മരിച്ചാത്മാക്കളുണ്ടോ? അപ്പോൾ അയാൾ കൂടുതൽ വിശ്വാസത്തിൽ നിന്ന് തന്നെ അകന്നു പോകുന്നു, അയാളുടെ ചിന്തകൾ മാറിപ്പോകുന്നു, അയാൾ മൊത്തത്തിൽ പിന്നീട് ഈ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ഈ വ്യക്തിയായിരിക്കും. ചുരുക്കത്തിൽ ചില ഗോഷ്ഠികൾ വരുന്നു അല്ലേ? എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു പെൺകുട്ടിയെ മറ്റോ വീടിൻ്റെ മേളിൽ നിന്ന് ശബ്ദങ്ങളോ മറ്റോ കേട്ടു. അപ്പം തീർച്ചയായിട്ടും ഒരു പൈശാചിക സ്വാധീനത്തിനുള്ള സാധ്യത ഇവിടെ ഉണ്ടാകാം. അപ്പം ഈ ബാധ ഒഴിപ്പിക്കാൻ വന്ന മനുഷ്യൻ തട്ടുംപുറത്ത് കയറിയെല്ലാം നോക്കിയിട്ട്, ഞാനൊരാളെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കി കേട്ടോ. ഒരാൾ മേളിൽ ഇരിപ്പുണ്ടായിരുന്നു, അത് ഒരാൾ മേളിൽ ഇരിപ്പുണ്ടായിരുന്നു, കയ്യോടെ പിടിച്ച് ഞാൻ പുറത്താക്കി. അപ്പം ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരു മന്ത്രവാദത്തിന്, അതിമന്ത്രവാദം എന്ന് വേണേൽ പറയും ഇതിനൊക്കെ. അതിമന്ത്രവാദം. യേശുവിൻ്റെ നാമം അറിഞ്ഞവർക്ക് ഒരു വിധത്തിലും അതിന് നീതീകരണമില്ല. അങ്ങനെ ചെയ്ത് മനുഷ്യനെ ഭരപ്പെടുന്നു. ശരിക്കും ഒരു സാധാരണ ഒരു അറിവ് ആത്മാക്കളുടെ ലോകത്തെക്കുറിച്ച് നമുക്ക് പറ്റുന്നൊരു ചെറിയ അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, പാരാസൈക്കോളജിയിലുള്ള വലിയ ഒരു ഭാഗമാണ്, നമ്മുടെ മനസ്സിന് ഒരുപാട് കാര്യങ്ങൾ അസ്യൂം ചെയ്യാൻ പറ്റും, ഊഹിച്ച് അഭിനയിക്കാൻ പറ്റും. അസ്യൂം ചെയ്യാൻ മീൻസ്, ഉദാഹരണത്തിന് എൻ്റെ എൻ്റെ ഉൾബോധത്തിന് എമ്മാനുവലായിട്ട് അഭിനയിക്കാൻ പറ്റും. ഒരിക്കലും എടത്വ എന്ന ദേശത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പം കുളിക്കടവിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവിടെ മുങ്ങി മരിച്ച, അവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരു മനുഷ്യൻ്റെ ശബ്ദം അനുകരിക്കുക. അപ്പം തീർച്ചയായിട്ടും ഇത് ആ മനുഷ്യൻ കൂടിയതാണ് എന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുക. ഇവിടെ മനഃശാസ്ത്രവും ദൈവശാസ്ത്രവും തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം. ഈ മുങ്ങി മരിച്ച മനുഷ്യൻ അവളോട് ചോദിച്ചതാ, അച്ഛാ ഇത് ആ മനുഷ്യൻ തന്നെയാണ്. കാരണം എൻ്റെ അച്ഛൻ ഈ കൊച്ചിന് 13 വയസ്സ്, ഇയാൾ മരിച്ചത് 20 വർഷം മുമ്പ്, ഈ കൊച്ചിനെ കണ്ടിട്ട് പോലുമില്ല. നമുക്കും തോന്നും ശരിക്കും ഈ മനുഷ്യൻ കൂടിയതാണ്. ഇത് പാരാസൈക്കോളജിയാണ്. എല്ലാം പിശാചിബാധയാണെന്ന് കരുതുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ഇത് പാരാസൈക്കോളജി വലിയ വിഷയമാണ്. എൻ്റെ മനസ്സിന് അപബോധത്തിന്, എൻ്റെ പ്രാപഞ്ചിക അപബോധത്തിന് എമ്മാനുവലിനെ അനുകരിക്കാൻ പറ്റും, എമ്മാനുവലിനെ പോലെ പെരുമാറാൻ പറ്റും. അത് മരിച്ച ആളായതുകൊണ്ട് ഉടൻ തന്നെ പിശാചിബാധയാണെന്ന് കരുതുന്നത് ശരിക്കും തെറ്റാണ്. ശാസ്ത്രം ഇത്രയും വളർന്ന കാലത്ത് മനുഷ്യനെ കെട്ടുകഥകൾ കൊണ്ട് ഇപ്പോഴും മൂടിയിടുന്ന തെറ്റാണ്. അപ്പം യഥാർത്ഥത്തിലുള്ള ആവാസങ്ങളുണ്ട്, എന്നാൽ കൂടുതൽ ഈ പൈശാചിക ബാധ പോലെ കാണപ്പെടുന്ന അനേകം സംഗതികളും പാരാസൈക്കോളജിയുടെ മേഖലയിൽപ്പെടുന്ന ചില അവബോധങ്ങൾ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പിശാചി ബാധയല്ല, മാനസിക നിലയിൽ വരുന്ന ചില അപഭ്രംശങ്ങളാണ്, മാനസിക രോഗമൊന്നല്ല. ഇത് നമ്മുടെ ആളുകളെ മനസ്സിലാക്കിച്ചെടുത്ത് കുറച്ചൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് രക്ഷ കിട്ടും. അതുകൊണ്ട് എല്ലാം പിശാചി ബാധയാന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വികാരിച്ചതിൻ്റെ അടുത്തും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ പോയി ഓപ്പറേറ്റ് ചെയ്യാം. നമ്മൾ വേറൊരാളെ നോക്കും, വേറൊരു കൺസൾട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത ഒരാൾ വരുമ്പോൾ നിങ്ങളെ അപമാനിക്കേണ്ട, കളിയാക്കുകയും വേണ്ട. പക്ഷെ നമുക്കൊരു ഫർദർ കൺസൾട്ടിങ്, വചനം ഒന്ന് വായിച്ചേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അച്ഛനോടോ ഒരു ശുശ്രൂഷനോടോ ചോദിച്ചേ, നമ്മളെ കുർബാനശീലത്തെ ഒരിക്കൽ ഒരു കന്യാസ്ത്രീയോട് മിണ്ടി, നമ്മളെ സ്നേഹിക്കുന്ന അപ്പച്ചനോട് ചാച്ചാ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. നമ്മുടെ തലമൂത്തവർക്ക് എന്തോ ഒരു അഭിഷേകമുണ്ട്. നമ്മുടെ തലമൂത്തവരൊക്കെ എന്നെ വെറുതെയാണ്, അവരുടെയൊക്കെ ത്യാഗവും അവരുടെയൊക്കെ ഭാരവും അവരുടെയൊക്കെ ഉള്ള ആത്മീയ ഡെപ്പോസിറ്റില്ലേ. വെള്ളിപ്പച്ചിൻ്റെ ഒരു കാർന്നവൻ വീട്ടിലുണ്ട്, ആ കാർന്നവനോട് പോയി എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു തരും സത്യവിശ്വാസത്തെക്കുറിച്ച്. ഏതായാലും ഈ അടുത്തിടയ്ക്കുള്ളവരോട് പറഞ്ഞു, ഇങ്ങനെ മുടി പൊക്കി നോക്കിയിട്ട്
മുടിയെ മുഴുവൻ പിശാചിനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ അല്ലെ? അങ്ങനെ ഉണ്ട് സാർ. അപ്പൊ ചിലർ ഈ ഒരു മുടി ഇങ്ങനെ എടുക്കും, എന്നിട്ട് അത് തലയിൽ കെട്ടിവെക്കും. കെട്ടി വെച്ചിട്ട് പറയും നിങ്ങളുടെ ഉള്ളിലുള്ള പിശാചിനെ ഇപ്പൊ ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ്, ഇനി എൻ്റെ ധ്യാനത്തിന് വരുമ്പോൾ അത് അഴിച്ചു തരും. അപ്പൊ ഈ മനുഷ്യൻ ഈ ദിവസം മുഴുവനും ഈ ടെൻഷനും ഭാരവും നിരാശ ധ്യാനം വരെയും ധ്യാനം ചെന്ന് കഴിയുമ്പോൾ അല്ല, ഒരിടത്ത് സംഭവിച്ചത് ധ്യാനത്തിൽ അഴിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു അത്ര ശക്തനാണ് അടുത്ത ധ്യാനത്തിന് വരാൻ. ഇതൊരു കളിയാക്കലല്ല, ആരെയും ഒറ്റപ്പെടുത്തലുമല്ല. ഇത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞിരുന്ന് എൻ്റെ യേശുവിനേക്കാൾ വലിയവനല്ല ഏതായാലും സാത്താൻ. അത് സത്യമാണ്. അത് സത്യത്തെ മുറുകെ അങ്ങോട്ട് പിടിക്കുക. അതേസമയം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പൈശാചിക സ്വാധീനങ്ങൾ മെല്ലെ മെല്ലെ നമ്മളെ പൈശാചിക ഭാവത്തിലേക്ക് നയിക്കാം. പൈശാചിക സ്വാധീനങ്ങളും പൈശാചിക ഭാവത്തിലേക്ക് നയിക്കുന്ന ഒന്നും പൈശാചിക ആവാസമല്ല. പാമ്പ് ആ അർത്ഥത്തിൽ അത് കാണാനും പ്രാർത്ഥിക്കാനും കൂടുതൽ ഈശോയിലേക്ക് തിരിയാൻ ഒന്നിടെ വന്നിരുന്നെങ്കിൽ. ഞാൻ ഇപ്പോഴും അത് ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരെ വിളിക്കുന്നു അല്ലേ? നമ്മൾ വീട്ടിൽ അമ്മയെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈശോ എന്ന നാമത്തെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ലേ, കർത്താവിന്റെ നാമം സുരക്ഷിതമായ ഗോപുരമാണ്, നീതിമാൻ സുരക്ഷിതമായി വസിക്കുന്നത്. അപ്പൊ ആ ഒരു നാമശക്തിയെ സാത്താനേക്കാൾ വിശ്വസിക്കാനും കേവലം ബന്ധനം എന്ന് പറയുന്ന ഓർത്ത് പേടിക്കാതിരിക്കാനും ബന്ധനം അഴിക്കാമെന്ന് ചുമ്മാതെ പറയുന്നവരെ വെറുതെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാനും നമുക്കൊരു കടമയുണ്ട്. ഇത് ആരെയും കളിയാക്കിയാൽ നമുക്കൊരു കടമയുണ്ട്. എന്തിനാ കടമ? യേശുവിൻ്റെ നാമം ജയിക്കാൻ. നോമ്പിലെ ചിന്തതൻ നോവുകൾ, നോമ്പിലെ ചിന്തതൻ നോവുകൾ, നോമ്പിലെ നോവുകൾ ചങ്കിൽ നെരിപ്പോടുള്ളവർ ചിന്തിക്കട്ടെ.